ശ്രീ എം എസ് വേണുഗോപാൽ, താങ്കൾ എങ്ങനെ കാണുന്നു ഇപ്പോൾ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകിയതിനെ? ഈ പേര് പറഞ്ഞ പോലെ പ്രിയദർശിനി, അതിൽ ഈ പദ്ധതി പ്രിയകരമാണ്. പക്ഷേ ഈ ദർശനം അത്ര ശരിയായോ എന്ന് എനിക്ക് നേരത്തെ ടീച്ചറൊക്കെ പറഞ്ഞ പോലെ സംശയമുണ്ട്. അതിന്റെ പ്രധാന കാരണം ഈ ഫ്രീ ബീസും വെൽഫെയർ സ്കീംസും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പല സർക്കാരുകളും കണക്കിലെടുക്കുന്നില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ സംഗതി എന്താണ്? അത് വെൽഫെയർ സ്കീമാണ്. അതായത് 40,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ വരുമാനത്തിന് താഴെ ഉള്ളവർക്ക് മാത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വെൽഫെയർ സ്കീമാണ്. അതേസമയം വഴിയെ പോകുന്നവർക്ക് എല്ലാം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഫ്രീ ബീസ് ആയി മാറും. ലോകത്ത് ഒരിടത്തും ഫ്രീ ബീസുകൾ ഗുണം ചെയ്തിട്ടില്ല. അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ശ്രീലങ്ക ഉൾപ്പെടെ, ലാറ്റിൻ അമേരിക്കൻ പല രാജ്യങ്ങളും ഉൾപ്പെടെ നമ്മൾ ഈ സംഗതി കണ്ടതാണ്. ഫ്രീ ബീസുകൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇവിടെ 1,00,000 രൂപ വരുമാനം, 1,00,000 രൂപയ്ക്ക് കൂടുതൽ വരുമാനം വാങ്ങുന്ന ഒരു ഗസറ്റഡ് ഓഫീസർ എംപ്ലോയി, അവർക്ക് ഫ്രീ ബീസ്. ദിവസം 50 രൂപ അല്ലെങ്കിൽ 100 രൂപ വരുമാനം കിട്ടുന്ന സ്ത്രീക്കും ഫ്രീ ബീസ്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പൊ ഈ ഫ്രീ ബീസ് അല്ല നമ്മൾ വേണ്ടത്, ഇതിനെ വെൽഫെയർ സ്കീമാക്കി മാറ്റണം. ഈ ലണ്ടൻ, ഇത് പല രാജ്യങ്ങളിലും, ഇപ്പൊ ഓസ്ട്രേലിയയിലുണ്ട്, UK-യിലുണ്ട്, എല്ലായിടത്തും ഈ ബസ്സിനൊക്കെ കൺസെഷൻ, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന് കൺസെഷൻ ഉണ്ട്. ആ കൺസെഷൻ 50% കൺസെഷൻ കൊടുക്കും. അല്ലെങ്കിൽ സീനിയർ സിറ്റിസന്, അതായത് വെറ്ററാൻസിന് കൺസെഷൻ കൊടുക്കും, ഫുൾ കൺസെഷൻ കൊടുക്കും. 80 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഫ്രീ കൺസെഷൻ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാതെ ഇത് നാട്ടുകാർക്ക് മുഴുവൻ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് ഇത് ഖജനാവ് എന്ത് ഖജനാവാണ്? പൂച്ച പെറ്റ് കിടക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഖജനാവാണ്. പണ്ട് ഒരു മടിയൻ ജന്മിയുടെ മകൻ പറഞ്ഞ പോലെയാണ്, 10,000 പേറും ചക്കി കുത്തും അമ്മ വെക്കും ഞാനും ഉണ്ണുന്നു. പക്ഷെ ഈ ഖജനാവ് അങ്ങനെ പെറില്ല. ഈ ഖജനാവിൽ ഞാനും നിങ്ങളും കൊണ്ടിട്ടാലേ ഇതിനകത്ത് വല്ലതും ഉള്ളൂ. ഇവിടെ എവിടെ നിന്നിട്ട് കൊണ്ടിടാനാണ്? കഴിഞ്ഞ സർക്കാരും ഊറ്റിപ്പിഴിഞ്ഞ് നമ്മളെ എല്ലാത്തിന്റെയും മേല് നികുതിയുടെ മേൽ നികുതി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് എവിടുന്നാണ് ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്? വരുമാനം ഉണ്ടാക്കാൻ പദ്ധതികളുണ്ട്. ശ്രീ വി ഡി സതീശന് അതിന് പ്ലാൻ ഉണ്ടെന്നും എനിക്കറിയാം. പക്ഷെ ആ പദ്ധതികൾ നടപ്പിലാക്കി വരണമെങ്കിൽ കാലം എടുക്കും. നമ്മുടെ പോർട്ടുകളെല്ലാം ഡെവലപ്പ് ചെയ്താക്കുന്നതും, ഫിഷറീസ് കൊണ്ടിരുന്നതും, ടൂറിസം പദ്ധതി കൊണ്ടിരുന്നതും, പിന്നെ ഇവിടെ എയർ ഹബ് ആക്കുന്നതും ഒക്കെ ഉള്ള പദ്ധതികൾ നല്ല പദ്ധതികൾ തന്നെയാണ്. ഇതൊക്കെ മുതലാക്കിയിട്ട് ഇത് നടത്താൻ പറ്റുമോ? അപ്പൊ ഇത് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് പലയിടത്തും നടത്തിയെടുത്ത പ്രശ്നം എന്താ അറിയാമോ? നാടൻ പുറത്തെ ഭാഷ പറഞ്ഞാൽ ഈ പെണ്ണിന്റെ നേട്ടം ആണിന്റെ കോട്ടം എന്ന് പറഞ്ഞ പോലെയാണ്. തിരുവനന്തപുരത്ത്, ഡൽഹിയിൽ ഇത് നടപ്പിലാക്കി. പിന്നെ പുരുഷന്മാരുടെ ഫെയറല്ല, സ്ത്രീകൾക്ക് സൗജന്യമാണ്. അപ്പൊ ഫെയർ കൂട്ടിയപ്പോ ഇതെല്ലാം പുരുഷന്മാർ കൊടുക്കേണ്ടി വന്നു. അപ്പൊ അമ്മയ്ക്ക് കിട്ടുന്ന ആനുകൂല്യം അച്ഛൻ കൊടുക്കേണ്ടി വരുന്നു. വലതുപക്ഷം വലത് കൈ കൊണ്ട് തരുന്നത് നമ്മുടെ പിന്നെ ഇടത് കൈ കൊണ്ട് തിരിച്ചു മേടിക്കുന്നു. അച്ഛനെ അമ്മയ്ക്ക് കൊടുക്കുന്നു, പക്ഷെ അച്ഛൻ്റെ മേടിക്കും. സഹോദരന് കൊടുക്കുന്നു, സഹോദരിക്ക് കൊടുക്കുന്നു, സഹോദരന്റെ മേടിക്കും. മോക്ക് കൊടുക്കുന്നത് മോന്റെ മേടിക്കും. ഇതേ പറ്റുള്ളൂ. ഖജനാവ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖജനാവ് പെറിയില്ല. പൂച്ച അതിനകത്ത് പറ്റി കിടക്കും, പക്ഷെ ഖജനാവ് ഒരിക്കലും പെറിയില്ല. ഖജനാവിൽ നമ്മൾ പെറുക്കി ഇട്ടാലേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അത് ഉണ്ടാക്കണമെങ്കിൽ ആരാണ്? നമ്മൾ ഈ ഇപ്പൊ 800 കോടി വന്നാലും 800 കോടി വന്നാലും ഇത് ആരുടെ തലയിലാണ് വരുന്നത്? സാധാരണക്കാരന്റെ തലയിലാണ് വരുന്നത്. അവർക്ക് ടാക്സ് കൊടുത്ത് മുടിയേണ്ടി വരും. ഈ പദ്ധതികൾ എല്ലാം അങ്ങനെ ഗുണകരമല്ലാതാകുന്നത് അതുകൊണ്ടാണ് ഈ ഫ്രീ ബീസ് നിർത്തണം എന്ന് പറയുന്നത്. സുപ്രീം കോടതി പലതവണ വാൺ ചെയ്തിട്ടുണ്ട്. അവർ ക്ഷേമ പദ്ധതി ആണെങ്കിൽ നടപ്പിലാക്കണം, ക്ഷേമ പദ്ധതി എന്ന രീതിയിൽ നടപ്പിലാക്കണം. അതിനോട് താങ്കൾ യോജിക്കുകയാണ് അല്ലെ? അല്ല, അതിൽ മറ്റൊരു കാര്യമുണ്ട്. അതിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക്, ഇപ്പോൾ ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, മറ്റു ബസ്സുകൾ ഇതിലേക്ക് വരുമ്പോൾ ആ രീതിയിലുള്ള ചിന്ത ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടാണല്ലോ അത് മാറ്റി വെച്ചിരിക്കുന്നത്. 100 ദിവസത്തെ പഠനവും ഇതിനു വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടില്, എന്റെ മഞ്ജുഷ, നമ്മുടെ നാട്ടിൽ ഒരു സാധനം കൊടുത്താൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇവിടെ പിള്ളേർക്ക് ഓർഡിനറിയിൽ തിരിച്ചെടുക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അടുത്ത ഘട്ടത്തിൽ മറ്റു ബസ്സുകളിലെ കാര്യമാണ്. മറ്റു ബസ്സുകളിൽ വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ തന്നെ. എന്തിനാണ് നിങ്ങൾ 1,00,000 രൂപ വാങ്ങിക്കുന്ന ആളിന്, ശമ്പളം വാങ്ങിക്കുന്ന ആളിന് സൗജന്യം കൊടുക്കുന്നത്? അത് 30,000 രൂപ വാങ്ങിക്കുന്ന ആളിനെ കൊടുക്കാവോ? അല്ലെങ്കിൽ 30,000 രൂപ വരുമാനം മാക്സിമം, അതുപോലും പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 10 രൂപ 20 രൂപ ടിക്കറ്റാണ് സാധാരണ ഈ നമ്മുടെ ലോക്കൽ യാത്രയ്ക്ക് വരുന്നത്. കൂടിപ്പോയാൽ 30-40 രൂപയുടെ ടിക്കറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ടീച്ചർ പറഞ്ഞ പോലെ 1-2 സെഷൻ ഞാൻ പറയാം. ഒന്നുകിൽ ഈ ബസ്സിൽ ഒരു 5 റോയെങ്കിലും സിറ്റ് ഓൺലി എന്ന് പറഞ്ഞിട്ട് അതിന് ചാർജ് ചെയ്യാം, ഇരിക്കുന്നതിന് പൈസ, അങ്ങനെ കുറച്ച് ചാർജ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ലോട്ടറി, ടീച്ചർ പറഞ്ഞ നല്ലൊരു ഐഡിയ ആണ്. ഈ ലോട്ടറി ബസ്സിൽ കയറുന്ന സ്ത്രീകൾ തന്നെ ഈ ലോട്ടറി എടുക്കണം. അതിൽ പിന്നെ ഒരു വരുമാനം ഉള്ളവര് ആ ലോട്ടറി എടുത്തിട്ട് അത് ആദായമാക്കി ഇത് നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്താൽ ഇവിടെ ലോട്ടറി കൊണ്ട് മുടിഞ്ഞിരിക്കുകയാണ്. ആൾക്കാർ ലോട്ടറി നടത്തി ഈ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നതല്ലേ, ചൂതാട്ടവും ചാരായവുമാണ് നമ്മുടെ വരുമാനം. അപ്പൊ അതുകൊണ്ട് ലോട്ടറി അപകടമാണ്. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇത് വെൽഫെയർ സ്കീമാക്കി മാറ്റുക.
ശരി, ഒരു രജൻ, ഇവിടുത്തെ സജഷൻ വന്നിരിക്കുന്നത് വെൽഫെയർ സ്കീം, അതായത് ക്ഷേമ പദ്ധതിയായിട്ട് നടപ്പിലാക്കൂ, പക്ഷേ അതിനെ ഫ്രീബീസ് ആക്കി മാറ്റരുത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ വന്നിരിക്കുന്നത് ഫ്രീബീസ് ആണ്. ഫ്രീബീസ് ആണ് രജൻ. നോക്കൂ മഞ്ജുഷ്, ഇതിനകത്ത് ഹരിദാസ് സാർ ആദ്യം പറയുന്നുണ്ട് 6000 ബസ്സിൻ്റെ കഥ ഞാൻ പറഞ്ഞത്. 6000 ബസ്സിൻ്റെ കാര്യം പറഞ്ഞത് കേരളത്തിൽ ആകെ 6000 ബസ്സുകളുണ്ടെങ്കിലും 4700 ബസ് റൂട്ടുകളാണ് കേരളത്തിൽ നിലവിൽ KSRTC ഓടുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനകത്ത് അദ്ദേഹം എന്ത് കാര്യം കൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ മറ്റ് രണ്ടുപേരും ഉൾപ്പെടുത്താത്ത രീതിയിൽ ഈ ഒരു പദ്ധതിയെ, പ്രിയദർശിനി പദ്ധതിയെ എതിർക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം എത്രത്തോളം നിഷ്പക്ഷനായാണ് ചർച്ചയിൽ സംസാരിക്കുന്നത് എന്നുപോലും എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണ് അദ്ദേഹം പറയുന്നത്? ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കേണ്ട ആവശ്യകതയില്ലായിരുന്നു സാറേ. ഈ 14-ാം തീയതി, മെയ് മാസം 14-ാം തീയതി അതിനു മുമ്പ് ഈ പദ്ധതി നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ തെരുവോരങ്ങളിലും മഹിളാ മോർച്ച എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വനിതാ പാർട്ടി, എന്ന് വെച്ചാൽ ഒരു പോഷക സംഘടന, ഒരു പ്രധാന പാർട്ടിയുടെ പോഷക സംഘടന സമരവുമായി ഇറങ്ങി. അന്ന് സാറിനെ പോലെയുള്ളവരാരും ഇത് ശരിയല്ല, ഇതിങ്ങനെ ഒരു സമരം ഞങ്ങൾ നാട്ടിൽ നടത്തരുത്, ഈ പദ്ധതി ശരിയായ പദ്ധതിയല്ല, അതുകൊണ്ട് സർക്കാർ ഇത് പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാറിനെ പോലെയുള്ള ആരെയും ഞങ്ങളാരും കണ്ടില്ല സാറേ ഈ പറയുന്ന രീതിയിൽ ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ മറ്റു ഇടങ്ങളിലൊന്നും. പക്ഷേ UDFന്റെ വാഗ്ദാനം അത് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കും എന്നുള്ളതാണ്. ആ പദ്ധതി നടപ്പിലാക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ഓർഡിനറി ബസ്സുകളിൽ ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണല്ലോ ഈ പറയുന്ന ബസ്സുകൾ യാത്ര ചെയ്യുന്നത്. അവർക്ക് ഈ പറയുന്ന 10 രൂപയായാലും 20 രൂപയായാലും 40 രൂപയായാലും ഈ പൈസ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് വലിയ കാശുകാരാവാൻ വേണ്ടി നിൽക്കുന്നവരൊന്നുമല്ല. അവർക്ക് കറണ്ട് ബില്ല് മുടങ്ങിക്കഴിഞ്ഞാൽ അത് അടയ്ക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന ഖജനാവിലേക്ക് വരുന്ന പൈസകൾ ഈ വിപണിയിൽ തന്നെ, കേരളത്തിൻ്റെ വിപണിയിൽ തന്നെ ചെലവാക്കുവാൻ വേണ്ടി നിൽക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് ഈ KSRTC ബസ്സുകളിലെ അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകളെ ആശ്രയിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തരുത് എന്ന് പറയുന്നതിൻ്റെ മാനുഷിക മൂല്യം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. മറ്റുള്ള രണ്ടുപേരും ഈ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയാണ് പറഞ്ഞത്, അത് അംഗീകരിച്ചു പോകുന്നുണ്ട്. ഇത് KSRTCയെ തകർക്കുന്ന പദ്ധതി. അദ്ദേഹം KSRTCയുടെ നഷ്ടങ്ങളുടെ കഥകളാണ് കൂടുതലായിട്ട് ഈ ചർച്ചയിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞുകൊണ്ടിരുന്നത്. KSRTC നഷ്ടത്തിലാണ് പോകുന്നത്, ശരിയാണ്. KSRTCയെ 6 മാസം കൊണ്ട് ലാഭത്തിലേക്ക് ആക്കുവാൻ വേണ്ടിയുള്ള പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി KSRTCയുമായി ബന്ധപ്പെട്ടവരോട് പറയുകയും അത് അവർ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. 6 മാസം കൊണ്ട് അങ്ങനെയുള്ള കർമ്മ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഇത് KSRTCക്ക് നഷ്ടമുണ്ടാവുന്നതല്ലോ, സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയല്ലേ. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതി നടപ്പിലാക്കുന്നത് അത് സ്ത്രീകൾക്ക്, വനിതകൾക്ക് എല്ലാവരെയും ചേർത്ത് നിർത്താൻ വേണ്ടി സർക്കാർ ഒരു ക്ഷേമ പദ്ധതിയുമായി വന്നിരിക്കുകയാണ്. ഇത് നടപ്പിലാക്കിയില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന മുൻ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുമ്പോൾ 4-5 വർഷം മുമ്പ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും, 2000 ആക്കുമെന്ന് പറഞ്ഞിട്ട് ഇലക്ഷന് തൊട്ട് 2-3 ഒരാഴ്ച മുമ്പ് വന്നിട്ട്, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് വന്നിട്ട് ഞങ്ങൾ 400 രൂപ കൂട്ടി കൊടുക്കുമെന്ന് പറഞ്ഞ് അത് ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് അവരെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് CPM നേതാക്കന്മാർ പോകുന്ന പോലെയുള്ള ഒരു പാരമ്പര്യമോ പൈതൃകമോ ഉള്ള പ്രസ്ഥാനമല്ല കോൺഗ്രസ്, അങ്ങനെയുള്ള പ്രസ്ഥാനമല്ല UDF. അങ്ങനെയുള്ള അല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ പാലിക്കുവാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റാണ്. ഈ ടീച്ചർ മേഡം പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ബജറ്റ് വരുമ്പോൾ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുവാനുള്ള കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.